Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിലേക്ക് നോക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നോക്കാം. നമുക്കറിയാം പൊതുവെ സ്മോൾ ക്യാപ്പ് ഭയങ്കര വീക്കാണ്. അതുപോലെ നിഫ്റ്റി ആണെങ്കിലും അതുപോലെ മിഡ് ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി ഒന്നും വലിയ രീതിയിൽ ഉള്ള ഒരു ഫോൾ കാണുന്നില്ല. പക്ഷേ സ്മോൾ ക്യാപ്പാണ് ഇപ്പോൾ കണ്ടെടുത്തോളം വളരെ വീക്കായിട്ടുള്ളൊരു ഇൻഡെക്സ് എന്ന് പറയാനുള്ളത്. അതുപോലെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ഒക്കെ ചാർട്ടുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് തന്നത്. നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വരച്ചൊരു ലൈനാണ് ഈ ഒരു ട്രെൻഡ് ലൈന്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ചിലപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ഇവിടുന്ന് ഒരു നല്ലൊരു മേലേക്ക് മൂവ്മെന്റ് തന്നു. ഇവിടെ ചിലപ്പോൾ ഈ റേഞ്ചിൽ നമ്മുടെ ഈ കറക്റ്റ് ഈ ലൈനിൽ വന്നിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. എക്സാക്ട്ലി നമ്മുടെ ടെക്നിക്കലി കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഒരു ബൗൺസ് പോലെ കണ്ടു. പക്ഷെ ഇനിയും നമുക്കത് പറയാൻ പറ്റില്ല. ഈ ഒരു 26,300 എബോസ് ഒക്കെ സസ്റ്റെയിൻ ചെയ്താലാണ് വീണ്ടും നിഫ്റ്റിയിൽ നമുക്കൊരു മൂവ്മെന്റ് കിട്ടുള്ളൂ. ചിലപ്പോൾ അതല്ല ഈ റേഞ്ചിലോട്ട് നമുക്ക് ഈ ഒരു ഇതിന്റെ ഓൾ ടൈം ഹൈ ആണ് ഇപ്പോൾ ഈ റേഞ്ച്. ഇവിടെ വന്നിട്ട് ചിലപ്പോൾ വീണ്ടും താഴത്തോട്ട് വന്നിട്ട് ചില ബുൾ ബാക്ക് വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നിഫ്റ്റി നമുക്ക് കുഴപ്പമില്ല. ഏകദേശം നമ്മൾ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. വലിയൊരു വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതോ ഇവിടുന്ന് തന്നെ മേലോട്ട് പോകുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ നിഫ്റ്റി നല്ല സ്ട്രെങ്ത് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വളരെ വീക്കായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്ന കൂടുതൽ സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളായിരിക്കും. കാരണം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് നമുക്ക് നല്ല രീതിയിലൊരു മൊമെന്റം കിട്ടുള്ളൂ. അല്ലാത്ത സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളും ട്രേഡ് എടുക്കുന്ന സ്റ്റോക്കുകളും സ്മോൾ ക്യാപ്പ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 25 വന്ന ആ ഒരു ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടുന്ന് ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് എടുത്ത പോലെ ഉണ്ട്. അവിടുന്ന് ഒരു ചെറിയ ക്യാനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 1 അവർ ക്യാനിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ അവിടുന്ന് നല്ലൊരു ബൈയിങ് വന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും 17,200 റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് അറിയില്ല, ചിലപ്പോൾ ഇവിടെ തന്നെ റിവേഴ്സലായിട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല താഴത്തോട്ട് വരികയാണെങ്കിൽ 17,200 അടുത്ത് അവിടുന്ന് വന്നിട്ട് റിവേഴ്സലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നല്ല ഇവിടുന്ന് റിവേഴ്സലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇവിടുന്നൊക്കെ പുതിയ സ്മോൾ ക്യാപിറ്റൽ എൻട്രികളൊക്കെ നോക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ച് താഴത്തോട്ട് വരും, ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തരും, എന്നിട്ട് ഇവിടുന്ന് ഫാളായിട്ട് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തരും, എന്നിട്ട് ഈ റേഞ്ച് ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴത്തോട്ട് പോകും. അങ്ങനെയും പോകാനുള്ള സാധ്യത ടെക്നിക്കലി നോക്കുമ്പോൾ. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കുന്നുള്ളത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ചാർട്ടുകളും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മിഡ് ക്യാപ്പ് ഒന്നും വലിയൊരു സ്മോൾ ക്യാപ്പിനെ അപേക്ഷിച്ചിട്ട് വലിയൊരു നെഗറ്റീവ് ഇല്ല. കാരണം മിഡ് ക്യാപ്പ് ആണെങ്കിൽ കണ്ടില്ല ആ റേഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിന് അതേപോലെ തന്നെയാണ്. നമുക്കിത് വെയിറ്റ് ചെയ്യാം. കൂടുതലും മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ അതുപോലെ നിഫ്റ്റി 50 സ്റ്റോക്കുകളിലൊക്കെ എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ. നമുക്കൊന്ന് രണ്ട് സ്റ്റോക്കുകൾ നോക്കാം. നമ്മളൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമാണ് വീഡിയോ. നിങ്ങളിത് വാച്ച് ചെയ്യുക, വന്നിട്ട് വേണമെങ്കിൽ പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്ത് പഠിക്കാം. മാർക്കറ്റിന്റെ കണ്ടീഷനൊക്കെ നന്നായതിനു ശേഷം നിങ്ങൾക്കൊരു ഫിനാൻഷ്യലായിട്ട് അഡ്വൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഞാൻ വെറുതെ പേപ്പർ ട്രേഡ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലെവലുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ സ്റ്റോക്ക് ഹിൻഡ് കോപ്പർ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ചാലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഇത്. ഇപ്പോൾ സെപ്റ്റംബർ 2024 ഈ റേഞ്ചിൽ വന്നു. അതേ വർഷം തന്നെ 2024 ജൂലൈയിലും ഈ റേഞ്ചിലോട്ട് വന്ന് താഴത്തോട്ട് വന്നൊരു സ്റ്റോക്കാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഈ സ്റ്റോക്ക് വീണ്ടും ആ റേഞ്ചിലോട്ട് വന്നൊരു ഒരു വർഷത്തിന് ശേഷമുള്ളൊരു ആ റേഞ്ച് ബ്രേക്ക് ഔട്ടാണ്. കാരണം ഒരുപാട് തവണ ഇവിടെയുണ്ടെങ്കിലും ഒരു 3 തവണയാണ് ഈ സ്റ്റോക്ക് ഈ റേഞ്ചിലോട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ലൊരു വോളിയും ബിൽഡപ്പായി വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ടൊരു 353 ഈ ഒരു റെഡ് ലൈൻ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. എൻട്രി നമുക്ക് ഈ കറണ്ട് മാർക്ക് പ്രൈസ് എടുക്കാം. ഇപ്പോൾ ഇതേ റേഞ്ചിൽ തന്നെ ചിലപ്പോൾ നാളെ ഓപ്പൺ ആവേണ്ടത് എവിടെയെന്ന് അറിയില്ല. ഇതേ റേഞ്ചിന്റെ ഉള്ളിലാണോ ചിലപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് വന്നിട്ട് ഈ ഒരു റേഞ്ച് ഒന്ന് ടച്ച് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും.
നമുക്ക് എന്തായാലും ടാർഗറ്റ് ആയിട്ട് കുറച്ച് ഒരു നല്ല റിസ്ക് റിവാർഡുള്ള ടാർഗറ്റ് നമുക്കൊരു 388 ടാർഗറ്റ് വെക്കാം. ഓക്കെ, 388 ടാർഗറ്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞ പോലെ 353 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പൊതുവെ മെറ്റൽ സ്റ്റോക്കുകളിലൊക്കെ ചെറിയൊരു മൂവ്മെന്റും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാം. ഇതിന്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ, കാരണം നമ്മൾ പണ്ടതുപോലെ വീഡിയോ ചെയ്തിട്ട് ചാനലൊക്കെ അടിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് പൈസ ഒന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് കോഫോർജ് ആണ്. കോഫോർജ് വന്ന സ്റ്റോക്കിന്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക്. 2024 ഡിസംബർ എക്സാക്ട്ലി 1 ഇയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇത് ഇവിടെ ഈ റേഞ്ചിൽ എങ്ങനെയാണ് ക്യാൻഡിൽസ് ഫോം ആവണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്നും പറയാത്തത്. ചില സമയങ്ങളിൽ ഇവിടുന്ന് ഇപ്പോൾ നാളെ സെല്ലിംഗ് ആണെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ നമ്മൾ എന്താ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചിലപ്പോൾ ഓപ്പൺ ആവുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ റേഞ്ചിന്റെ മുകളിൽ എൻട്രി എടുത്തെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയത് ഇവിടെയാണ്. അപ്പോൾ ആൾക്കാർ ചാടിക്കറി എൻട്രി എടുക്കും. പക്ഷേ താഴത്തോട്ട് വന്ന് പിന്നെ ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കും കുറച്ച് ദിവസം. അതിന് ശേഷമായിരിക്കും പിന്നെ ബ്രേക്ക് ഔട്ട് തരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന നമുക്ക് പെർഫെക്റ്റ് ഉള്ള സ്റ്റോപ്പ് ലോസ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻട്രി ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്, പബ്ലിക് ഗ്രൂപ്പാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചാനലിലോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലോട്ട് കയറിയിട്ട് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിന്റെ എൻട്രി ആയോ എന്നുള്ളതൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് റീപ്ലൈ നമ്മുടെ ഗ്രൂപ്പിൽ തരുന്നതാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യാൻ, കാരണം ഒരുപാട് സ്റ്റോക്കുകൾ ഇല്ല. മാർക്കറ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് വീക്ക് ആയതുകൊണ്ടാണ്. കാരണം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ് നമുക്ക് നല്ല എൻട്രികളും നല്ല റിസ്ക് റിവാർഡും പെട്ടെന്നൊരു ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണെങ്കിൽ നമുക്കൊരു മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഉള്ള നല്ലൊരു മാർക്കറ്റ് ക്യാപ്പുള്ള 2 കമ്പനികളാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ചാർട്ട് നോക്കുമ്പോൾ വലിയ സ്ട്രെങ്ത് കാണുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 സ്റ്റോക്കുകൾ ഷെയർ ചെയ്ത്. ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്, ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാത്തതാണ്. കാരണം അങ്ങനെ ഒരുപാട് ചപ്പ് ചവറ് പോലെ കുറേ സ്റ്റോക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ അധികം ഷെയർ ചെയ്യാത്തത്. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട്. പൊതുവെ മാർക്കറ്റ് വീക്ക് ആവുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാറില്ല, കാരണം ആ സമയത്ത് നല്ല സ്റ്റോക്കുകൾ കിട്ടാറില്ല. അങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് ആളുകളുടെ ചിലപ്പോൾ അവർ അറിയാണ്ടൊക്കെ എൻട്രി എടുക്കും. പുതുതായിട്ട് മാർക്കറ്റിൽ വന്നവർക്ക് നമ്മളിങ്ങനെ പറഞ്ഞാലും ഈ ട്രേഡ് എടുക്കണം എന്നുള്ള ഒരു മൈൻഡിൽ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അവർ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല വീക്കായ ദിവസങ്ങളിലൊന്നും വീഡിയോസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ നിങ്ങൾക്കൊന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് മാർക്കറ്റ് പോസിറ്റീവ് തന്നെ ക്ലോസ് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്